ആരാണ് രവിയേട്ടാ? സൗമ്യ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ആരുമില്ല മോളെ, കൂട്ടുകാരൊക്കെ വിളിക്കുന്നത്. ഞാനിപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അവൻ സംസാരിക്കുന്നതിനിടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ആ മുഖഭാവം ശ്രദ്ധിച്ചെങ്കിലും അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം രവിയെക്കുറിച്ച് അവൾക്ക് നൂറിൽ നൂറാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് സംശയിക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ. അവൾ കാര്യമാക്കാതെ വീണ്ടും അകത്തേക്ക് പോയി. അവൾ ആ കോളിനെ കാര്യമാക്കാതെ അടുക്കളയിലേക്ക് പോകാനായിട്ട് ഭാവിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരാനെന്നവണ്ണം അവൻ പറഞ്ഞു, എടി എനിക്കൊരു ഗ്ലാസ് കട്ടൻ കാപ്പി ഇട്ട് തരണേ. ഓ, അതിനെന്താ, ഇട്ട് തരാമല്ലോ, ഞാൻ എന്തായാലും അടുക്കളയിലേക്ക് പോവുകയാണ്. അവൾ അടുക്കളയിലേക്ക് പോയി. ഓ ഭാഗ്യം, ഇനി കട്ടൻ ചായയൊക്കെ ഇട്ട് അവൾ പതുക്കെ വരുമ്പോഴത്തേക്കില്ല അവളെ വിളിച്ചിട്ട് 2 ഡോസ് കൊടുക്കണം. അവളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ കിടന്ന് വിളിക്കരുതെന്ന്. അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ പെണ്ണങ്ങാനും ഫോണെടുത്ത് നോക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നതിന് അവസ്ഥ. എന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവൾ ഫോണിലേക്ക് വരാഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പാവം എൻ്റെ പെണ്ണ് വിശ്വസിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവൾക്ക് ഒരു സംശയത്തിന് ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. അന്നേരമാണ് ഈ ശല്യത്തിൻ്റെ വിളി. അവളെ വിളിച്ച് 2 ഡോസ് കൊടുക്കാമെന്ന് കരുതി അവൻ ഫോൺ ഡയൽ ചെയ്തു. മറുതലയ്ക്ക് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഫോൺ വിളിച്ചത്. എന്താ ഫോൺ എടുക്കാത്തെ? ഓ, നിൻ്റെ ഒരു സന്തോഷ വാർത്ത. നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇന്നെ നീ ആവശ്യമില്ലാതെ കിടന്ന് വിളിക്കരുതെന്ന്. അവൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവളങ്ങനെ ഫോൺ എടുത്ത് നോക്കിയിരുന്ന് എന്ത് സംഭവിച്ചെന്ന് നിനക്കറിയാമോ? പിന്നെ സംഭവിക്കാൻ എന്തുവാ, ഉള്ള സത്യങ്ങളൊക്കെ അറിയും. നിങ്ങളെൻ്റെ ഭർത്താവായിരുന്നല്ലോ, പിന്നെ അവൾ അറിയുന്നതിന് എന്താ പ്രശ്നം? നിനക്കെല്ലാം നിസ്സാരമാണ്. നീ നിൻ്റെ ജീവിതമോ കൊണ്ട് കളഞ്ഞു, ഇനി എൻ്റെ ജീവിതം കൂടി കളയണോ? അതും നിന്നെ സഹായിച്ചതിൻ്റെ കുറ്റത്തിൽ. നീ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നോട്? നിന്നെ ഞാൻ സഹായിച്ചതാണോ ഇപ്പം എനിക്ക് തന്നെ പ്രശ്നമായി മാറിയിരിക്കുന്നത്? അവൻ വല്ലാതെ ഷൗട്ട് ചെയ്തു. ഞാനൊരു സന്തോഷം പറയാനായിട്ട് വിളിച്ചതാണ്. നിങ്ങളുടെ പെണ്ണുമ്പോൾ അടുത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? ഓ, ഇങ്ങനെയുണ്ടോ? നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തോട്ട് പോയിരുന്നു. ഞാനിനി ഒന്നും പറയാൻ വിളിക്കുന്നില്ല. അവൾ പെട്ടെന്ന് ദേഷ്യം കാണിച്ചു. അവനൊരു സെക്കൻഡ് ഒന്നും മിണ്ടാതെയായി. ഇവൾ എന്തിനാണ് വിളിച്ചതെന്ന് അവൻ അപ്പോൾ ആലോചിച്ചു. ഇനി കാര്യം പറ, നീ എന്തിനാ ഇപ്പോൾ കിടന്ന് വിളിച്ചത്? അത് ഞാൻ വീട് എൻ്റെ പേരിലേക്ക് എഴുതിയ കാര്യം പറയാനാണ് വിളിച്ചത്. ആ വീടൊക്കെ പോയി കണ്ടൊന്ന് വൃത്തിയാക്കി ഇപ്പം ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നു. ഫ്രഷായിട്ട് നിങ്ങളോട് ഈ സന്തോഷ വാർത്ത പറയാമെന്ന് വിചാരിച്ചാണ് വിളിച്ചത്. അത് ഞാൻ തന്നെയാണല്ലോ ഏർപ്പാടാക്കിയത് നിൻ്റെ പേരിലേക്ക് വസ്തുവും വീടും എഴുതാനായിട്ട്. പിന്നെ നീ പ്രത്യേകിച്ച് പറയാനെന്തോ? ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ലേ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക്. നീ ഇങ്ങനെ കിടന്ന് എപ്പോഴും ശല്യപ്പെടുത്തുന്ന കാരണം ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഇങ്ങോട്ട് വിളിക്കരുതെന്ന്. അവൻ വിടാൻ കൂട്ടാക്കാതെ അവളെ വഴക്ക് കൊടുത്തോണ്ടേയിരുന്നു. അവൾക്ക് മനസ്സിലായി, ഓ, ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കാനും വരുന്നില്ല, ഒന്നിനും വരുന്നില്ല, തീർന്നില്ലേ കാര്യം? അവൾ ദേഷ്യപ്പെട്ടു. നിൻ്റെ ഒരു ദേഷ്യം. അവളെ പിണക്കാനും പറ്റത്തില്ല. അവൾ ഇനി വൈരാഗ്യം വല്ലതും തീർക്കുമെന്നായിരുന്നു അവൻ്റെ പേടി. അവനൊന്നും മിണ്ടിയില്ല. അതൊക്കെ പോട്ടെ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ അങ്ങോട്ട് വിളിക്കാം. നീ ഇനി ഇങ്ങോട്ട് വിളിക്കാനായിട്ട് നിൽക്കണ്ട കേട്ടല്ലേ. ഇത് ഫൈനൽ വാണിംഗ് ആണ്. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ നിങ്ങൾ എന്തോ ചെയ്യും? എനിക്കതൊന്ന് കാണണമല്ലേ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നിന്നെ ഒന്ന് സ്നേഹിക്കാനും കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ല. അതെനിക്ക് അനുഭവം വന്നൊരു കാര്യമാണ്. എൻ്റെ കഷ്ടകാലത്തിനാണ് നിന്നെ സഹായിക്കാൻ ഞാൻ പുറപ്പെട്ടത്. അത് എനിക്ക് തന്നെ അത് വിനയായി മാറിയെന്നുള്ളതാണ്. നീ ഫോൺ വെച്ചിട്ട് പോയി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൻ വല്ലാതെ അവളോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് അവളെ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെ അഹങ്കാരം പിടിച്ച ആൾക്കാരുണ്ടോയെന്നാണ്. എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു? എൻ്റെ സമനില തെറ്റുന്നത് പോലെ അവന് തോന്നി. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖമാകെ ചുവന്നു. അപ്പോഴാണ് സൗമ്യ കട്ടൻ ചായയായിട്ട് അകത്തേക്ക് കയറി വന്നത്. എന്ത് പറ്റി മുഖം വല്ലാതിരിക്കുന്നു? ഒന്നുമില്ലടി, ജോലിയുടെ കാര്യം എന്തോ ഉണ്ട്. ഉള്ളത് പറയേ. നേരത്തെ വരെ നല്ലതുപോലെ ഇരുന്നിട്ട് പെട്ടെന്ന് മുഖഭാവം മാറി. ഓരോ ടെൻഷനടി. ഇനി ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇനി ഓവർ സ്ട്രെസ്സായിരിക്കുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴാണ്. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഓർക്കുന്നത്? ഈ ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ ടെൻഷൻ അടിച്ചാണ് ഈ അസുഖങ്ങൾ കൂടി ഓരോ പ്രശ്നങ്ങളും ആക്സിഡൻറ്റും ഒക്കെ വരുന്നത്. കൂളായിട്ടിരിക്കുക. ജോലിയുടെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക്. നമ്മുടെ ആരോഗ്യമാണ് വലുത്. ഇപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നമുക്കിപ്പോൾ അത്രയ്ക്ക് നിവൃത്തികേടൊന്നുമില്ലല്ലോ. നമുക്ക് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടന്ന് ജോലി എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കുന്നത്? നല്ലതുപോലെ ഇരിക്കുക. ഇനിയും ആരോഗ്യം മോശമാക്കാൻ നിൽക്കരുത്. ഞങ്ങൾക്കൊന്നും വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ചിന്തിക്കണം. അവനെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഉപദേശിച്ചു. അവൻ പിന്നെ ചിരിച്ച് കളിച്ച് അവളോട് സംസാരിച്ചു. അവൾക്ക് ടെൻഷൻ കൂടുമെന്ന് അവന് നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ കട്ടൻ ചായ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കുടിച്ചു, ചിരിച്ച് കളിച്ചു. അങ്ങനെയൊക്കെ സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും അവൻ്റെ മനസ്സിൽ നന്നായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി ഇവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നായിരുന്നു അവൻ്റെ ടെൻഷൻ. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ നടക്കാൻ അവന് പറ്റുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. സഹായമില്ലാതെ തന്നെ നടക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ആഴ്ച ജോലിക്ക് കയറാമെന്നാണ് അവൻ വിചാരിക്കുന്നത്. അവളോട് പറഞ്ഞു, എടിയെ ഞാൻ അടുത്ത ആഴ്ച തൊട്ട് ഡ്യൂട്ടിക്ക് പോകാൻ തീരുമാനിച്ചു. അടുത്ത ആഴ്ചയോ? അതൊന്നും പറ്റത്തില്ല, ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. എനിക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഭേദമാവും.
അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്തോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ജോലി ചെയ്യാന്ന് പറഞ്ഞ് നടന്നതിലാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. അതൊന്നും കുഴപ്പമില്ലടി, ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ആവുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിരുന്ന് കമ്പ്യൂട്ടർ ചെയ്യുന്ന ജോലി തന്നെയല്ലോ, അല്ലാതെ എനിക്ക് വേറെ ജോലിയൊന്നും അല്ലല്ലോ, കടുപ്പപ്പെട്ട ജോലിയുമല്ല. അതുകൊണ്ട് ഇനി ഈ ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച തൊട്ട് ജോലിക്ക് പോകാം. ഈ ആഴ്ച ഇനി കഴിയാൻ 3 ദിവസമല്ലേ ഉള്ളൂ. 3 ദിവസം മതി. പതുക്കെ കാറിൽ ഡ്രൈവ് ചെയ്ത് അങ്ങ് പോകാം. അവിടെ ചെന്നിരുന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? കിടക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് അവിടെ ഇരുന്നാൽ കൂടത്തില്ലേ? അതൊക്കെ ഞാൻ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ പോരെ. അവൻ പറയുന്നത് കേട്ട് അവൾക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നിയില്ല. ഒരു തീരുമാനമെടുത്താൽ പിന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളാണ്. പിന്നെ താൻ എന്ത് തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. അവൾ പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല. പിന്നെ അവൾ അടുക്കളയിലേക്ക് പോയി. എന്തായാലും അടുത്ത ആഴ്ച തൊട്ട് ജോലിക്ക് പോകണം അവൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അങ്ങനെ ജോലിക്ക് പോകാനുള്ള ദിവസം എത്തി. അങ്ങനെ അവൻ ഓഫീസിലെത്തിയതും രമ്യ ഒന്ന് വിളിക്കാമെന്ന് തീരുമാനിച്ചു. ഫോൺ എടുത്തതും രമ്യ ആദ്യത്തെ ബെല്ലിൽ തന്നെ ഫോൺ എടുത്തു. രവി എവിടെയാണ്? ഞാൻ ഓഫീസിൽ. അയ്യോ, ഓഫീസിൽ വന്നോ? എന്തായാലും എനിക്കിന്നൊന്ന് കാണണം. അവൾ വാശി പിടിച്ചു. ഞാൻ കാണാനല്ല വിളിച്ചത്. എന്തോ ആയി, വീട്ടിലേക്ക് പിന്നെ പോയോ? എന്തോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പാലുകാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇന്ന് എന്തായാലും എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ. അവൾ വാശി പിടിച്ചു. വിളിച്ചത് തന്നെ വലിയൊരു തലവേദനയായെന്ന് അപ്പോഴവന് തോന്നി. എന്തായാലും കണ്ടേക്കാം ഇനി, അല്ലെങ്കിൽ അതിന് എനിക്ക് സ്വസ്ഥത കിട്ടത്തില്ല. അങ്ങനെ അവൻ ഓഫീസിൽ നിന്നും പതിവിലും നേരത്തെ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.